ഈ ഒരു ലെക്ചർ സീരീസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ എന്ന് പറഞ്ഞൊരു ലാബിനെ കുറിച്ചാണ്. ഇത് KTUവിന്റെ 2019 സ്കീമിൽ ഉൾപ്പെട്ട ലാബാണ്. ഇത് പഠിക്കുന്നത് S3 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും എല്ലാ എക്സ്പെരിമെന്റ്സും ഇത് കൂടാതെ നമ്മുടെ ഒരു പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പെരിമെന്റ് 4 പ്രോഗ്രാമാണ്. എക്സ്പെരിമെന്റ് 4നകത്ത് നമുക്ക് എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കാം. നമുക്ക് ഒരു ജാവ പ്രോഗ്രാം എഴുതണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്ലാസ് എഴുതണം. ഓക്കെ, ഒരു ക്ലാസ് നമ്മൾ എഴുതണം. ആ ക്ലാസിന്റെ പേരെന്ന് പറയുന്നത് എന്തായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ക്ലാസിന്റെ പേര് എംപ്ലോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എംപ്ലോയി ക്ലാസ് ആണ് ഞാൻ എഴുതേണ്ടത്. ഓക്കെ, ഇനി അതിൻ്റെ അകത്ത് മെമ്പർ വേരിയബിൾസ് ഉണ്ട്. എന്തൊക്കെയാണ് മെമ്പർ വേരിയബിൾസ് പറഞ്ഞിരിക്കുന്നത്? നെയിം ഉണ്ട്, ഏജ് ഉണ്ട്, ഫോൺ നമ്പർ ഉണ്ട്, അഡ്രസ് ഉണ്ട്, സാലറി ഉണ്ട്. അപ്പൊ ഇതിന്റെ ടൈപ്പ് ഒന്നും പറഞ്ഞില്ലാത്തത് കാരണം നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് നമുക്ക് കൊടുക്കാം. ഞാൻ പറയുന്നു നെയിം എന്ന് പറയുന്നത് സ്ട്രിംഗ് ആയിട്ട് കൊടുക്കുന്നു, ഏജ് എന്ന് പറയുന്നത് ഇന്റിജർ ആയിട്ട് കൊടുക്കാം, ഫോൺ നമ്പർ നമുക്ക് 10 ലെറ്റേഴ്സ് ഉള്ളത് കാരണം നമുക്ക് സ്ട്രിംഗ് ആയിട്ട് തന്നെ കൊടുക്കാം. ദെൻ അഡ്രസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം? അഡ്രസ് എന്ന് പറയുന്നത് നമുക്ക് സ്ട്രിംഗ് ആയിട്ട് തന്നെ കൊടുക്കാം. സാലറി നമുക്ക് ഡബിൾ വാല്യൂസ് ആയിട്ട് കൊടുക്കാം. ഇനി അതിനകത്ത് ആകെ അവർ പറയുന്നത് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ ഒരു പ്രിന്റ് സാലറി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ വേണം. അതായത് മെമ്പർ വേരിയബിൾസ് ഇത്രയും കാര്യം വേണമെന്ന് പറയുന്നുണ്ട്. ഇത് കൂടാതെ എൻ്റെ കയ്യിൽ ഒരു സാലറി, പ്രിന്റ് സാലറി എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാസ് വേണം, ക്ലാസ്സിനകത്ത് ഇത്രയും മെമ്പർ വേരിയബിൾസ് വേണം, അതിനകത്ത് ഒരു മെമ്പർ ഫംഗ്ഷന്റെ കാര്യമേ പറയുന്നുള്ളൂ. ദാറ്റ് ഡസൻറ്റ് മീൻസ് എനിക്ക് എന്ത് ചെയ്യണം? വേറെ ഒരു ഫംഗ്ഷൻ എഴുതിക്കൂടാ എന്നൊന്നുമില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, ദെൻ അതിൻ്റെ അകത്ത് 2 ക്ലാസ്സും കൂടെ അഡീഷണൽ ആയിട്ട് എഴുതുക. 2 ക്ലാസ് എന്തൊക്കെയാണ്? ഓഫീസർ എന്ന് പറഞ്ഞൊരു ക്ലാസ് എഴുതുക, അതേപോലെ എന്ത് ക്ലാസ് എഴുതുക? മാനേജർ എന്ന് പറഞ്ഞൊരു ക്ലാസ് എഴുതുക. ആ ക്ലാസ്സിനകത്ത് എന്ത് ചെയ്യണം? വിച്ച് ഇൻഹെറിറ്റ്സ് എംപ്ലോയി ക്ലാസ്. ഈ 2 ക്ലാസ്സും എന്തിനെ ഇൻഹെറിറ്റ് ചെയ്തിരിക്കണം? ഓഫീസും മാനേജറും എന്ന് പറഞ്ഞ 2 കാര്യങ്ങളെ ഇൻഹെറിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി നമ്മളിവിടെ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അതാണ്. ഇനി അതിനകത്ത് വേറെ എന്തെങ്കിലും പറയുന്നുണ്ടോ? വേറെ പറയുന്നത് മെമ്പർ, ഇതിനകത്തുള്ള കാര്യങ്ങളെല്ലാം, അതായത് മാനേജർ ക്ലാസ് ഹാവ് ഡേറ്റ മെമ്പർ, അതായത് ഇത് കൂടാതെ എംപ്ലോയി ക്ലാസ്സിനകത്തുള്ള വേരിയബിൾസ് കൂടാതെ ഓഫീസറും മാനേജറിനകത്തും 2 മെമ്പർ വേരിയബിൾസ് ഉണ്ട്. ഒന്ന് സ്പെഷ്യലൈസേഷനും ഉണ്ട്. രണ്ടിലും സെയിം കാര്യങ്ങളാണുള്ളത്. ഒന്ന് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞൊരു മെമ്പർ വേരിയബിളും ഉണ്ട്, ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു മെമ്പർ വേരിയബിളും ഉണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുകയാണ്. സ്പെഷ്യലൈസേഷനും ഡിപ്പാർട്ട്മെന്റും ഓരോ ക്ലാസ്സിലും വേണം. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യുക? ഒരു ക്ലാസ് എഴുതിയിട്ട് അതിന്റെ ഇത്രയും ഡീറ്റെയിൽസ് വാങ്ങിക്കുക. ദാറ്റ് ഈസ് ഒരു എംപ്ലോയിയോ അല്ലെങ്കിൽ ഒരു ഓഫീസറോ അല്ലെങ്കിൽ ഒരു മാനേജറോ വാങ്ങിച്ചിട്ട് അയാളുടെ നെയിം പറയുക, ഫോൺ നമ്പർ പറയുക, ഏജ് സെറ്റ് ചെയ്യുക, സാലറി എല്ലാം ചെയ്ത് ചെയ്യുക. എന്നിട്ട് സ്പെഷ്യലൈസേഷനും ഡിപ്പാർട്ട്മെന്റും പറയുക. എന്നിട്ട് എല്ലാ കാര്യങ്ങളും പ്രിന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പ്രോഗ്രാമിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ എത്ര ക്ലാസ് ആണ് നമുക്ക് ടോട്ടലി വേണ്ടത്? 3 ക്ലാസ്. ഏതൊക്കെയാണ്? എംപ്ലോയി ഉണ്ട്, ഓഫീസർ ഉണ്ട്, മാനേജർ ഉണ്ട്. അപ്പൊ ഈ 3 ക്ലാസ്സും നമുക്ക് എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് നോക്കാം. കാര്യം വെച്ച് നമുക്ക് ആദ്യം തുടങ്ങാം. ഒരു ക്ലാസ് ഉണ്ട്, ക്ലാസ്സിന് എംപ്ലോയി എന്ന് പറഞ്ഞൊരു പേരുണ്ട്. ക്ലാസ് എംപ്ലോയി എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുക. അതിൻ്റെ അകത്ത് എന്തൊക്കെ വേരിയബിൾസ് ഉണ്ട്? പ്രൈവറ്റ് സ്ട്രിംഗ് നെയിം ഉണ്ട്, പ്രൈവറ്റ് ഇന്റ് ഏജ് ഉണ്ട്, പ്രൈവറ്റ് സ്ട്രിംഗ് ഫോൺ നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ ഫോൺ എന്ന് മാത്രം കൊടുത്താലും മതി. ഫോൺ ഉണ്ട്, പ്രൈവറ്റ് സ്ട്രിംഗ് അഡ്രസ് ഉണ്ട്, ദെൻ പ്രൈവറ്റ് ഡബിൾ സാലറി ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇത്രയും കാര്യങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത്, പ്രൈവറ്റ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഒരു ക്ലാസ്സിന്റെ മെമ്പർ വേരിയബിൾസ് എല്ലാം പ്രൈവറ്റ് ആയിട്ടായിരിക്കും ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എനിക്ക് എന്ത് വേണം? ഇതിൻ്റെ അകത്ത് ഒരു ഫംഗ്ഷൻ എഴുതുക. ദാറ്റ് ഈസ് പബ്ലിക് വോയിഡ് പ്രിന്റ് സാലറി എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യുക. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു ഫംഗ്ഷൻ ജസ്റ്റ് സാലറി എന്താണെന്നുള്ള കാര്യം പ്രിന്റ് ചെയ്യുക. സോ system.out.println print
എന്ത് സാലറി ഈസ് ഈക്വൽ ടു, അത് നമുക്ക് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ, ഈക്വൽ ടു സാലറി. ഓക്കെ, ഇനി ഈ വാല്യൂസ് എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് നെയിം, ഏജ്, ഫോണ്, അഡ്രസ്സ്, സാലറി, ഇതെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു എന്ത് യൂസ് ചെയ്യാണ്, ഒരു എംപ്ലോയിയുടെ കൺസ്ട്രക്ടർ യൂസ് ചെയ്യാണ്. എംപ്ലോയി കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഇത്രയും കാര്യങ്ങൾ പാസ് ചെയ്യണം. നെയിം, ഫോൺ നമ്പർ പാസ് ചെയ്യുന്നു, പാസ് ചെയ്യുന്നു, അഡ്രസ്സ് പാസ് ചെയ്യുന്നു, ദെൻ സാലറിയും പാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് അതിനകത്ത് പറയാത്ത കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ജസ്റ്റ് എംപ്ലോയിയുടെ ഒരു കൺസ്ട്രക്ടർ എഴുതുന്നു. ദിസ് ഡോട്ട് നെയിം ഇസ് ഈക്വൽ ടു നെയിം എന്ന് പറയുന്നു. ദിസ് ഡോട്ട് ഏജ് ഇസ് ഈക്വൽ ടു ഏജ് എന്ന് പറയുന്നു. ദിസ് ഡോട്ട് ഫോൺ ഇസ് ഈക്വൽ ടു ഫോൺ എന്ന് പറയുന്നു. ദിസ് ഡോട്ട് അഡ്രസ് ഇസ് ഈക്വൽ ടു അഡ്രസ് എന്ന് പറയുന്നു. ദിസ് ഡോട്ട് സാലറി എന്ന് പറയുന്നത് സാലറി എന്ന് പറയുന്നു. അപ്പോൾ ഈ ദിസ് എന്ന് പറയുന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് കറണ്ട് ഒബ്ജക്റ്റിനെ റെപ്രസെന്റ് ചെയ്യാനാണ്. അപ്പോൾ കറണ്ട് ഒബ്ജക്റ്റിന്റെ നെയിം എന്ന് പറയുന്നത് ഞാൻ പാസ് ചെയ്യുന്ന നെയിം ആയിട്ട് സെറ്റ് ചെയ്യും. കറണ്ട് ഒബ്ജക്റ്റിന്റെ ഏജ് എന്ന് പറയുന്നത് ഞാൻ പാസ് ചെയ്യുന്ന ഏജ് ആയിട്ട് സെറ്റ് ചെയ്യും. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ. കോംപ്ലക്സ് ആയിട്ട് വേണമെങ്കിൽ ഗെറ്റേഴ്സും സെറ്റേഴ്സും യൂസ് ചെയ്ത് ചെയ്യാം. പക്ഷേ നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, അതിൻ്റെ അകത്ത് വേറൊരു കാര്യം പറയുന്നുണ്ട്. മാനേജർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്. മാനേജർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടെന്നും പറയുന്നുണ്ട്. വേറൊരു ക്ലാസ് എന്ന് പറയുന്ന ഓഫീസർ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ രണ്ട് ക്ലാസ്സിനകത്തും ഒരു കാര്യം പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും എന്തിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, എംപ്ലോയിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എംപ്ലോയിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന ക്ലാസ് ആണ് ഇവർ രണ്ടുപേരും എന്ന് പറയുന്നത്, എക്സ്റ്റെൻസ് എംപ്ലോയി. അപ്പോൾ എക്സ്റ്റെൻസ് എംപ്ലോയി എന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്താണ്, എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ഫുള്ള് എങ്ങോട്ടേക്ക് വരും, മാനേജറിനകത്തോട്ട് വരും. ഇത് കൂടാതെ തന്നെ എനിക്ക് എന്തുണ്ട്, എനിക്ക് ഇവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഒന്ന് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ട്. ദെൻ വേറൊരെണ്ണം എന്ന് പറയുന്നത് സ്ട്രിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു വേരിയബിളും ഉണ്ടെന്ന് പറഞ്ഞു. ഈ രണ്ട് കാര്യങ്ങളും എന്തിനകത്തുണ്ടെന്ന് പറയുന്നുണ്ട്, ഓഫീസിനകത്തുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓഫീസിനകത്തും സ്പെഷ്യലൈസേഷൻ ഉണ്ട്, അതേപോലെ ഓഫീസറിനകത്തും സ്പെഷ്യലൈസേഷനും ഡിപ്പാർട്ട്മെന്റും ഉണ്ട്, മാനേജറിനകത്തും ഉണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഞാൻ ഈ വാല്യൂസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവരുടെ ഒരു മാനേജർ എന്ന് പറയുന്ന കാര്യം ചെയ്യാൻ പോവാണ്. മാനേജർ, അപ്പോൾ മാനേജറിൻ്റെ അകത്ത് ആരൊക്കെ കാണും, മാനേജറിനകത്ത് നമുക്ക് ആരൊക്കെയുണ്ട്, ഇത്രയും ഡീറ്റെയിൽസ് കൂടാതെ നമുക്ക് എന്തൊക്കെ വരും, നമുക്ക് സ്ട്രിംഗ് സ്പെഷ്യലൈസേഷൻ വരും, സ്ട്രിംഗ് ഡിപ്പാർട്ട്മെന്റ് വരും. അതായത് ആരുടെയൊക്കെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്, ആദ്യം ഞാൻ എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് എല്ലാം പാസ് ചെയ്യണം. ഇത് കൂടാതെ തന്നെ എനിക്ക് ആരുടെ കാര്യം ചെയ്യണം, എനിക്ക് എംപ്ലോയിയുടെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ മാനേജറിന്റെ ഡീറ്റെയിൽസും സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സ് ഞാൻ പാസ് ചെയ്യുന്നു. അതിൻ്റെ അകത്ത് എംപ്ലോയിയുടെ കാര്യങ്ങൾ എത്രയാണ്, ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ഒരു ചൈൽഡ് ക്ലാസ്സിൽ നിന്നും നമുക്ക് ഒരു സൂപ്പർ ക്ലാസ്സിലെ ഫംഗ്ഷനെ വിളിക്കണമെങ്കിൽ നമുക്ക് സൂപ്പർ എന്ന് വിളിച്ചാൽ മതി. സൂപ്പർ എന്ന് വിളിക്കുമ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് സൂപ്പർ ആരാണ് ഇവിടെ, സൂപ്പർ ക്ലാസ് ആരാണ്, അപ്പോൾ എംപ്ലോയി. അപ്പോൾ എംപ്ലോയി കൊണ്ട് റീപ്ലേസ് ചെയ്യും, സൂപ്പർ മാറി എംപ്ലോയി ആവും. അപ്പോൾ എന്തായി, എംപ്ലോയി ഫംഗ്ഷൻ ആയി. എംപ്ലോയി ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കൺസ്ട്രക്ടർ ആണ്. സോ അവിടെ ഞാൻ എന്തൊക്കെ പാസ് ചെയ്യണം, നെയിം പാസ് ചെയ്യണം, ഏജ് പാസ് ചെയ്യണം, ഫോൺ പാസ് ചെയ്യണം, അഡ്രസ്സ് പാസ് ചെയ്യണം, സാലറി പാസ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പാസ് ചെയ്യുമ്പോൾ എന്തായി മാറും, എംപ്ലോയിയുടെ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആവും. ഓക്കെ, ഇനി ബാക്കിയുള്ളത് എന്തൊക്കെയാണ്, സ്പെഷ്യലൈസേഷൻ ഈസ് ഈക്വൽ ടു സ്പെഷ്യലൈസേഷൻ, ഡിപ്പാർട്ട്മെന്റ് ഈസ് ഈക്വൽ ടു ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോൾ മാനേജറിന്റെ ഡീറ്റെയിൽസ് ആയി. ഇതേ കാര്യം തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, ഇപ്പുറത്ത് കൊണ്ട് ഒന്ന് കോപ്പി ചെയ്യാണ്. പേര് മാത്രം മാറ്റിയാൽ മതി. എന്താക്കിയാൽ മതി, പേര് മാറ്റി എന്താക്കുക, ഓഫീസർ ആക്കുക. സോ ഓഫീസറിന്റെ കൺസ്ട്രക്ടറും ആയി. ഓക്കെ, ഇനി നമ്മൾ ഓരോന്നിനകത്ത് ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ കൊടുക്കുന്നു. കാര്യങ്ങളെല്ലാം ഡിസ്പ്ലേ ചെയ്യണ്ടേ. സോ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ നെയിം പ്രിന്റ് ചെയ്യുന്നു. നെയിം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് നമുക്ക് ആദ്യം ഈ ഡിസ്പ്ലേ ഫംഗ്ഷൻ
എവിടെ എഴുതാം? ഇവിടെ പബ്ലിക് വോയിഡ് ഡിസ്പ്ലേ. ഓക്കെ, ഡിസ്പ്ലേ പേഴ്സൺ. ഓക്കെ, ഡിസ്പ്ലേ പേഴ്സൺ. ദെൻ ഇവിടെ അപ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് എഴുതാം? പേഴ്സൻ്റെ അകത്താണ് ഞാൻ എഴുതുന്നത്. പേഴ്സൺ എന്ന് പറഞ്ഞൊരു എംപ്ലോയി എന്ന് പറയുന്ന പേഴ്സൺ അല്ല, എംപ്ലോയി. ഡിസ്പ്ലേ എംപ്ലോയി. ഓക്കെ, ഡിസ്പ്ലേ എംപ്ലോയി ആകുമ്പോൾ എന്തൊക്കെ ഡീറ്റെയിൽസ് ഉണ്ട്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ നെയിം ഇസ് ഈക്വൽ ടു എന്തൊക്കെ? നെയിം. ഇതേപോലെ നമുക്ക് എന്ത് എഴുതണം? ഫോൺ നമ്പറിന് വേണം, ദെൻ ഏജിന് വേണം, അഡ്രസ്സിന് വേണം, സാലറി വേണം. ഓക്കെ, അപ്പോൾ ഇതെന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്? നെയിം എന്ന് പറയുന്നത് ഏജ്, ഫോൺ നമ്പർ, ദെൻ അഡ്രസ്സ്, ദെൻ എന്ത് ചെയ്യാണ്? സാലറി. ഇനി ബാക്കി ഇതും കൂടെ ഞാൻ സെറ്റ് ചെയ്യാണ്. ദാറ്റ് ഈസ് ഏജ്, നെയിം മാറ്റി ഏജ് ആക്കി, ഫോൺ നമ്പറിന് പകരം ഫോണ്, ദെൻ അഡ്രസ്സിന് പകരം നെയിം മാറ്റി അഡ്രസ്സ് ആക്കുക, ഇവിടെ സാലറിക്ക് നെയിം മാറ്റി സാലറി ആക്കുക. അപ്പോൾ എന്ത് കഴിഞ്ഞു? ഞാൻ എംപ്ലോയി ഡീറ്റെയിൽസ് എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഞാൻ എന്ത് ചെയ്യാണ്? പബ്ലിക് വോയിഡ് മാനേജർ ഡീറ്റെയിൽസ്, ഡിസ്പ്ലേ മാനേജർ ഡീറ്റെയിൽസ്. അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഡിസ്പ്ലേക്ക് വരാം, ഡിസ്പ്ലേ മാനേജർ എന്ന് പറഞ്ഞു എഴുതി, മാനേജർ. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ എഴുതിയത് കാരണം നമ്മൾ എന്ത് കോൾ ചെയ്താൽ മതി? ഡിസ്പ്ലേ എംപ്ലോയി കോൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഡിസ്പ്ലേ എംപ്ലോയി കോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെയിം, ഏജ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കിട്ടും. ഇനി മാനേജറിന്റെ മാത്രമായിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ സ്പെഷ്യലൈസേഷൻ ഉണ്ടല്ലോ, സ്പെഷ്യലൈസേഷൻ എന്താണ്? സ്പെഷ്യലൈസേഷൻ ഇസ് ഈക്വൽ ടു സ്പെഷ്യലൈസേഷൻ പ്രിന്റ് ചെയ്യുക. ദെൻ അടുത്തത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ എന്ത് പ്രിന്റ് ചെയ്യുക? ഡിപ്പാർട്ട്മെന്റ് പ്രിന്റ് ചെയ്യുക, ഇസ് ഈക്വൽ ടു ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഈ ഫംഗ്ഷൻ തന്നെ നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം? താഴെയും യൂസ് ചെയ്യാം. ആർക്കും യൂസ് ചെയ്യാം? ഈ ഓഫീസറിന് യൂസ് ചെയ്യാം. ഡിസ്പ്ലേ എന്ത് പറഞ്ഞാൽ മതി? ഓഫീസർ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ എൻ്റെ ക്ലാസ്സുകളെല്ലാം തീർന്നിരിക്കുകയാണ്. ഇനി ടെസ്റ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? എംപ്ലോയി ക്ലാസ് എടുത്തു. എംപ്ലോയിക്കകത്ത് ഇത്രയും കാര്യങ്ങളാണുള്ളത്: നെയിം, ഏജ്, ഫോണ്, അഡ്രസ്സ്, സാലറി. അതിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രിന്റ് സാലറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാര്യം വേണം. ദെൻ ഞാൻ വാല്യൂസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കൺസ്ട്രക്ടർ എടുത്തു. ദെൻ വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ എംപ്ലോയി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ എടുത്തു. സിമിലർലി ഞാനിവിടെ മാനേജർ എടുത്തു. മാനേജറിനകത്ത് ഇത്രയും വേരിയബിൾസ് വരാൻ കാരണം എന്താണ്? ആദ്യത്തെ 5 വേരിയബിൾസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതാണ്? ആദ്യത്തെ 5 വേരിയബിൾസ് എംപ്ലോയിയുടെയാണ്. സോ സൂപ്പർ വിളിക്കുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? സൂപ്പർ എന്ന് പറയുന്നത് എന്താണ്? ബേസ് ക്ലാസ്സിനെയാണ്. അപ്പോൾ സൂപ്പർ മാറി ഇതിന്റെ മാനേജറിന്റെ ബേസ് ക്ലാസ് എന്താണ്? എംപ്ലോയി ആയിട്ട് മാറും. അപ്പോൾ എംപ്ലോയി കൺസ്ട്രക്ടറിനെ വിളിക്കും. ദെൻ ബാക്കിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യും. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? നമുക്കൊരു ടെസ്റ്റ് ക്ലാസ് എഴുതാം. സേ ക്ലാസ് ടെസ്റ്റ് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ string or guess. അതിനുശേഷം എന്ത് ചെയ്യുന്നു? നമുക്ക് ഒരു സ്കാനർ ക്ലാസ് എടുക്കാം. സ്കാനർ ക്ലാസ് sc is equal to new scanner class. ഓക്കെ, ന്യൂ സ്കാനർ സിസ്റ്റം ഡോട്ട് ഇൻ. അപ്പോൾ ഇത് വേണമെങ്കിൽ, സ്കാനർ വേണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്കാനർ യൂസ് ചെയ്യണം. സ്കാനർ യൂസ് ചെയ്തു. ദെൻ ഞാൻ എന്ത് ചെയ്യാണ്? ഞാനിനി അടുത്തത് എന്തൊക്കെ വേണം? സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്എൽഎൻ. ഞാൻ ആദ്യം എൻ്റർ മാനേജർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറയാം. മാനേജർ ഡീറ്റെയിൽസ് ആദ്യം പറയാം, പിന്നെ ഓഫീസർ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ആദ്യം പറയുന്നത് സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് എന്ത് വേണം? നെയിം വേണം. നെയിം എന്താണെന്നുള്ള കാര്യം റീഡ് ചെയ്യുക. റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്?
ഒരു സ്ട്രിങ് നെയിം ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ നെയിം എന്ത് വേണമെങ്കിലും പേര് കൊടുക്കാം. സേ എ എന്ന് എഴുതാൻ മതി. എന്ത് ചെയ്യാണ്, നെയിം റീഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് എസ് സി ഡോട്ട് നെക്സ്റ്റ് ലൈൻ റീഡ് ചെയ്തു. അപ്പോൾ അതായി. അപ്പോൾ നെയിം റീഡ് ചെയ്തു. ഇനി അടുത്തത് എന്താണ് വേണ്ടത്? ഏജ് വേണം. ഏജ് എന്ന് പറയുന്നത് ഏത് വേരിയബിൾ ആണ്? ഒരു ഇൻറ്റിജർ വേരിയബിൾ ആണ്. സോ ഞാൻ ഇൻറ്റ് ഏജ് എടുത്തു. ഇൻറ്റ് ഏജ് എസ് സി ഡോട്ട് എന്താണ് വേണ്ടത്? നെക്സ്റ്റ് ഇൻറ്റ് ആണ് വേണ്ടത്. ഇൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം? എസ് സി ഡോട്ട് നെക്സ്റ്റ് ലൈൻ കൊടുക്കണം. ദാറ്റ് ഈസ് എൻ്റർ കീനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയാണ്. ഇനി അടുത്തത് എനിക്ക് എന്ത് വേണം? എനിക്ക് രണ്ട് കാര്യങ്ങളും കൂടെ, ഫോൺ നമ്പറും അഡ്രസ്സും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഫോൺ നമ്പർ എന്താണെന്ന് പറഞ്ഞ് ചോദിച്ചു. ദെൻ ഇവിടെ ഫോൺ പാസ് ചെയ്തു. അടുത്തതെന്ന് പറയുന്ന അഡ്രസ്. സോ ഇതെന്ന് പറയുന്നത് സ്ട്രിങ് അഡ്രസ്സാക്കി. ദെൻ അടുത്തത് ഞാൻ എന്താ വാങ്ങിക്കുന്നത്? ഇനി എനിക്ക് ഒരെണ്ണം കൂടെ മതി. ദാറ്റ് ഈസ് എന്താണ്? സാലറിയാണ്. സാലറി വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ സാലറി എന്ന് പറഞ്ഞു കൊടുത്തു. ഡബിൾ വാല്യൂ അല്ലേ വേണ്ടത്? സോ ഡബിൾ സാലറി. നെയിം എന്ന് തന്നെ എന്നു വരാൻ ഞാൻ നെയിം എന്ന് തന്നെ കൊടുക്കുന്നു. ഇവിടെ ഡബിൾ ആയതുകൊണ്ട് നെക്സ്റ്റ് ഡബിൾ എന്ന് പറഞ്ഞു എഴുതുക. നെക്സ്റ്റ് ഡബിൾ. അവിടെയും എനിക്ക് എന്ത് വേണം? നെക്സ്റ്റ് ലൈൻ വേണം. ഇൻറ്റീജർ, ഫ്ലോട്ട്, ഡബിളിലൊക്കെ എനിക്ക് നെക്സ്റ്റ് ലൈനും കൂടെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? മാനേജറിൻ്റെ ഡീറ്റെയിൽസ് ഇനി രണ്ടെണ്ണം കൂടെ എനിക്ക് വേണം. ഓക്കെ, രണ്ടെണ്ണം എന്തൊക്കെയാണ്? സ്പെഷ്യലൈസേഷനും ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അത് ഞാൻ ചോദിക്കുകയാണ്. സ്പെഷ്യലൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഡിപ്പാർട്ട്മെൻറ്റും ഞാൻ വാങ്ങിച്ചു. ഇവിടെ നെക്സ്റ്റ് ലൈൻ്റെ ആവശ്യമില്ല. സ്ട്രിങ് മേടിക്കുമ്പോൾ നെക്സ്റ്റ് ലൈൻ്റെ ആവശ്യമില്ല. നെക്സ്റ്റ് ലൈനാണ് ഇവിടെ. ഓക്കെ, ഇവിടെയും നെക്സ്റ്റ് ലൈൻ. സ്ട്രിങ് ആയതുകൊണ്ട് നെക്സ്റ്റ് ലൈൻ മാത്രം മതി. അപ്പോൾ ഇത്രയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? മാനേജർ ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത്. ഇനി മാനേജർ ഡീറ്റെയിൽസ് എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും? മാനേജർ m is equal to new manager. അവിടെ ഞാൻ എന്തൊക്കെ പാസ് ചെയ്യണം? നെയിം പാസ് ചെയ്യണം, ഏജ് പാസ് ചെയ്യണം, ഫോൺ നമ്പർ പാസ് ചെയ്യണം, അഡ്രസ്സ് പാസ് ചെയ്യണം, ദെൻ ഫോൺ നമ്പർ, അഡ്രസ്സ്, സാലറി, സ്പെഷ്യലൈസേഷൻ, ഡിപ്പാർട്ട്മെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ പാസ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ പാസ് ചെയ്യുമ്പോൾ മാനേജറിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഡിസ്പ്ലേ മാനേജർ ഡീറ്റെയിൽസ് കൊടുത്തു. അപ്പോൾ മാനേജറിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്തു. അപ്പോൾ മാനേജർ കഴിഞ്ഞു. ഇനി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഇതേ കാര്യം കോപ്പി ചെയ്ത് എന്തിനകത്ത് പറയുന്നു? ആരുടെ ഡീറ്റെയിൽ പറയുന്നു? ഓഫീസർ ഡീറ്റെയിൽ പറയുന്നു. എല്ലാ കാര്യങ്ങളും ഏകദേശം സെയിം ആണ്. സോ ഇതിന് ഒന്ന് മാറ്റാൻ വേണ്ടി നെയിം 1, ഏജ് 1, ഫോൺ നമ്പർ 1, അഡ്രസ് 1, സാലറി 1, സ്പെക് 1, ഡിപ്പാർട്ട്മെൻറ്റ് 1. വേരിയബിൾ നെയിം ചേഞ്ച് ചെയ്യാണ്. 1 കൂടെ അപ്പൻഡ് ചെയ്യും, ഡിഫറെൻറ്റ് വേരിയബിൾ നെയിം കൊടുക്കാൻ വേണ്ടി. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഇവിടെ മാനേജർ അല്ല, ആരെയാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്? ഓഫീസറാണ്. സോ ഓഫീസറിൻ്റെ ഒബ്ജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓഫീസറിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഡിസ്പ്ലേ മാനേജർ അല്ല വിളിക്കേണ്ടത്. ഒ എന്ന് പറയുന്നതാണ് എൻ്റെ ഓഫീസർ. ഒ ഡോട്ട് ഡിസ്പ്ലേ ഓഫീസർ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം, ഡീറ്റെയിൽസ് എല്ലാം വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ ഇത്രയാണ് എൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എംപ്ലോയി എടുത്തു, എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞു, അതിൻ്റെ കൺസ്ട്രക്ടർ എഴുതി, ഒരു ഡിസ്പ്ലേ ഫംഗ്ഷൻ എഴുതി. മാനേജർ എടുത്തു, അതിൻ്റെ ഡിസ്പ്ലേ ഫംഗ്ഷൻ എഴുതി, ഒരു കൺസ്ട്രക്ടർ എഴുതി, ഓഫീസർ എഴുതി, അതിൻ്റെ കൺസ്ട്രക്ടറും അതിൻ്റെ ഡിസ്പ്ലേ ഫംഗ്ഷൻ എഴുതി. ദെൻ ഞാൻ എന്ത് ചെയ്തു? ആദ്യം മാനേജർ ഡീറ്റെയിൽ വാങ്ങിച്ചു, മാനേജർ ഡീറ്റെയിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു, ഓഫീസർ ഡീറ്റെയിൽസ് വാങ്ങിച്ചു, ഓഫീസർ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ആദ്യം മാനേജർ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പറയുന്നു. സേ ABC, ഏജ് 23, ഫോൺ നമ്പർ 76356. ഓക്കെ, ഞാൻ ചുമ്മാ ജസ്റ്റ് വർക്ക് ചെയ്യാനാണ് പറയുന്നത്. സേ ഡമ്മി,
സാലറി എന്ന് പറയുന്നത് 10,000, സ്പെഷ്യലൈസേഷൻ BTech, ഡിപ്പാർട്ട്മെൻറ്റ് CSC. ഓക്കെ, അത്രയും ഡീറ്റെയിൽസ് പ്രിൻ്റ് ചെയ്ത് വന്നു. ഇനി എനിക്ക് വേണ്ടതെന്ന് പറയുന്ന ഓഫീസറിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നു. ഞാൻ XYZ എന്ന് പറയുന്നു. ഏജ് എന്ന് പറയുന്നത് 54 എന്ന് പറയുന്നു. ഫോൺ നമ്പർ 78907. അഡ്രസ്സ് എന്ന് പറയുന്നത് GG എന്ന് പറയുന്നു. സാലറി എന്ന് പറയുന്നത് 5,000 എന്ന് പറയുന്നു. സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് MTech എന്ന് പറയുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സെയിൽസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും വന്നു. അപ്പോൾ ഇതാണ് എന്തിൻ്റെ പ്രോഗ്രാം, ഈ ഒരു പർട്ടിക്കുലർ ക്ലാസ് പ്രോഗ്രാം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കാര്യമാണ് പഠിക്കുന്നത്, ഒരു വാല്യൂ എങ്ങനെ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിനെ എങ്ങനെ ഇൻഹെറിറ്റ് ചെയ്യാം എന്നുള്ളൊരു എക്സാമ്പിളാണ് നമ്മളിവിടെ നോക്കിയത്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഹെറിറ്റൻസ്, അതായത് രണ്ട് കാര്യങ്ങൾ, അതായത് എംപ്ലോയി എന്ന് പറയുന്നത് ആരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, മാനേജർ എന്ന് പറയുന്ന ആളിനെയും എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഓഫീസർ. സോ ഇറ്റ് ഈസ് എ ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഒരു പാരന്റും രണ്ട് ചൈൽഡും, അതെന്ന് പറയുന്നത് ഒരു ഹൈറാർക്കിയൽ ഇൻഹെറിറ്റൻസ് ആണ്. ഓക്കെ.